ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. നിങ്ങളുടെ നിശബ്ദത ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല. നിങ്ങൾ അകന്നു പോകുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരു അകന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഒന്ന് അകന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ പേഴ്സന്റെ പുറകെ പോയിരുന്നു, ഇപ്പോ ഇനി നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ മിണ്ടാതിരിക്കുന്നതും അകന്നു നിൽക്കുന്നതും ഒക്കെ ഈ പേഴ്സൺ അതിനോട് മനസ്സിലാക്കുന്നുണ്ടോ, വേദനിക്കുന്നുണ്ടോ, മിസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഈ പേഴ്സൺ ഏത് മനോഭാവത്തോടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബ്യൂറലാണ് ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റി എന്നാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ശരിയാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പല സാഹചര്യത്തിലും നിങ്ങൾക്കോ ഈ പ്രണയബന്ധത്തിനോ പ്രാധാന്യം നൽകാതെ, അല്ലെങ്കിൽ മുൻഗണന നൽകാതെ ഈ വ്യക്തി മറ്റു പല വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ കാര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സൺ എല്ലാ തരത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടിയിരുന്നത് നിങ്ങളിൽ നിന്നും മാത്രമാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ പേഴ്സണ് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിരുന്നത്. പക്ഷെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ഈ പേഴ്സണെ വിട്ട് അകന്നു പോകുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ നിശബ്ദമായി ഇരിക്കുമെന്ന്, നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അകന്നു പോകുമെന്ന് ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഈ പേഴ്സൺ പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അപ്പോഴാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഈ പേഴ്സൺ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ഈ പേഴ്സണ് നഷ്ടമായത്. അപ്പോഴാണ് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നത് നിങ്ങളുടെ സാന്നിധ്യക്കുറവാണ്, നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മയാണ്. ഇതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഇല്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തേതുപോലെ അത്രയും സംസാരിക്കുന്നില്ലായിരിക്കാം, നിങ്ങൾ പണ്ട് ഒരുപാട് ഈ വ്യക്തിയുടെ പുറകെ പോയിട്ടുണ്ടാകാം, എന്നാൽ ഇപ്പോൾ ഒട്ടും തന്നെ പോകുന്നില്ലായിരിക്കാം. സോ ഈ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സാന്നിധ്യമാണ്, നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ആണ് നല്ല രീതിയിൽ തന്നെ മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ആർക്കൊക്കെയാണ് മുൻഗണന കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് ഈ പേഴ്സൺ ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം നിങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്, നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ വേറെ പല കാര്യങ്ങൾക്കും പോയത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇന്ന് ഇവിടെ വിഷമിച്ച് ഇരിക്കേണ്ടി വന്നത്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഈ വ്യക്തിക്കായിരിക്കണം, ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്കായിരിക്കണം എന്നുള്ളതാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത് കോൺഫ്ലിക്റ്റ് ആൻഡ് അൺറസ്റ്റ് ആണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ വ്യക്തി പോരാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എല്ലാ തരത്തിലും വളരെ
എന്താ പറയാ, വളരെ സ്വാതന്ത്ര്യമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ പേഴ്സൺ ആ ഒരു ചതിയുടെയും വഞ്ചനയുടെയും ആ ഒരു കണ്ണുകൾ, അല്ലെങ്കിൽ ആ ചതിയും വഞ്ചനയുമായിട്ട് നടക്കുന്ന ഈ വ്യക്തിയുടെ ബന്ധുമിത്രാദികൾ, ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണെ മാക്സിമം ഉപയോഗിക്കുന്ന ഈ പേഴ്സന്റെ കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയുടെ യഥാർത്ഥ മുഖമായിരിക്കാം. ഈ പേഴ്സൺ അത് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പേഴ്സൺ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവരിങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു, അവരിങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട്, അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ റിബൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സൺ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം അവർ പറയുന്നത് കേട്ടനുസരിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. നിങ്ങളാണ് തെറ്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണ് ഇപ്പോൾ നിങ്ങളെ മാത്രം മതി. ആൻഡ് ഓൾസോ മറ്റുള്ളവർ പറയുന്നതിലൊക്കെ ഒരു കാര്യവുമില്ല, ഒരു കഴമ്പുമില്ല എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ട്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിലുള്ള ഫൈറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. കാരണം സഹിച്ചും ക്ഷമിച്ചും ഒന്നും ഈ പേഴ്സൺ എവിടെയും നിൽക്കുന്നില്ല, ആരുടെയും മുന്നിൽ നിൽക്കുന്നില്ല, ആരുടെയും മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നില്ല. കമാൻഡിങ് എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്, വളരെ കമാൻഡിങ് എനർജിയിലാണ്. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ടു ബി ഫെയർ എന്നാണ് ഇവിടെ പലപ്പോഴും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ന്യായം, നീതി, സത്യം ഇതെല്ലാം നിങ്ങൾക്ക് നേരെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും സത്യസന്ധമായിട്ട് നിന്നിട്ട് പോലും നിങ്ങൾക്ക് തിരിച്ചു ലഭിച്ചിട്ടുള്ളത് ചതിയും വഞ്ചനയും വിശ്വാസക്കുറവും അല്ലെങ്കിൽ പറ്റിക്കുക, ഇതൊക്കെ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് പലപ്പോഴും അതിന് ഈ പേഴ്സണും ഒരു കാരണമായിട്ടുണ്ട്. കാരണം ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അവര് നിങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് പെർഫോമൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറ്റിക്കുന്നത്, നാടകം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ എല്ലാവർക്കും തുല്യത വീതിച്ചു കൊടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രാധാന്യം, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കുന്ന സ്നേഹം തിരിച്ചു തരണം. അതായത് ആരൊക്കെ എന്താണോ ഈ വ്യക്തിക്ക് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ ശത്രുക്കളാണെങ്കിൽ ഈ പേഴ്സണെ മറഞ്ഞു നിന്നുകൊണ്ട് ദ്രോഹിക്കുകയാണെങ്കിൽ അതുപോലെ മറഞ്ഞു നിന്നുകൊണ്ട് തിരിച്ചങ്ങോട്ട് ദ്രോഹിക്കാനും ഈ പേഴ്സൺ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്നേഹം വിശ്വാസവുമാണ് ഈ പേഴ്സണ് കൊടുത്തിട്ടുള്ളത്, അത് നിങ്ങൾക്ക് തിരിച്ചു 100 ഇരട്ടി തിരിച്ചു തരാനാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ടു ബി ഫെയർ എന്നാണ്, അതായത് എല്ലാവർക്കും ഒരു തുല്യമായിട്ടുള്ള രീതിയിൽ വീതിച്ചു കൊടുക്കാം. അത് എന്ത് തന്നെ ആയാലും തുല്യതയിൽ വീതിച്ചു കൊടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഫോക്ക് ഇൻ ദ റോഡാണ്. ഈ പേഴ്സൺ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് അത്രയും അങ്ങോട്ട് ഇമ്പോർട്ടൻസ് തരാതിരുന്നത്. ഇപ്പൊ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സൺ ആയിട്ട് വളരെ സ്നേഹത്തോടു കൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ പേഴ്സൺ അകന്നു മാറുമായിരുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സൺ പിന്നീടാവട്ടെ, പിന്നെ സംസാരിക്കാം, പിന്നെ ആകാം എന്നുള്ള രീതിയിലൊക്കെ പെരുമാറുമായിരുന്നു. അതായിരുന്നു ഈ പേഴ്സന്റെ റെസ്പോൺസ്. ചിലപ്പോൾ ആദ്യമൊക്കെ നല്ല സ്നേഹം കാണിച്ചിട്ടുണ്ടാകാം, പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഒരു ഉത്സാഹമൊന്നും ഈ വ്യക്തിക്ക് ഇല്ലായിരുന്നു. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഒരുപാട് വഴികൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് ഓക്കെ, എനിക്ക് വേറെയും ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെയും പ്രണയം എനിക്ക് വേണ്ടി വന്നാൽ എനിക്കത് ശരിയാക്കി എടുക്കാം, എനിക്ക് വേറെ ആൾക്കാരും എൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും അഹങ്കാരവുമാണ് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും ഒരുപാട് അകറ്റിയത്. പക്ഷെ നിങ്ങൾക്കെന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹം മാത്രമായിരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥത പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പേഴ്സൺ അത് കാണാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് വഴികൾ ഉണ്ടായതാണ് ഒരു പരിധിവരെ നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കാനുള്ള കാരണം. ഇപ്പോൾ ഈ പേഴ്സൺ പുതിയൊരു പാതയിൽ, സമാധാനത്തിന്റെ പാതയിലും
തിരിച്ചറിവുകളുടെ പാതയിലും മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും തെറ്റുകൾ ചെയ്യുക, മണ്ടത്തരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വൈരാഗ്യം മനസ്സിൽ വെക്കുക, തെറ്റിദ്ധാരണകള്, വിശ്വാസമില്ലാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു വഴി തെരഞ്ഞെടുക്കാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വളരെ അനുഭവമുള്ള, വളരെ നല്ല രീതിയിലുള്ള ഒരു വഴി തെരഞ്ഞെടുക്കാനാണ് ഈ പേഴ്സൺ തീരുമാനിച്ചിട്ടുള്ളത്. പുതിയൊരു വഴിയാണ്. ആ വഴിയിൽ ശത്രുക്കൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള പ്രണയം തന്നെ ആയിരിക്കും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ലേണിംഗ് ആൻഡ് ന്യൂ പാത്ത് എന്നാണ്. അപ്പൊ ലേണിംഗ് ചെയ്യുക, പഠിക്കുകയാണ്. തൻ്റെ തെറ്റുകൾ എന്താണെന്ന് ഈ പേഴ്സൺ പഠിക്കുകയാണ്, ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ക്യൂൻ ഓഫ് റോസസ് ആണ്. ഇവിടെ സ്ത്രീകളുടെ എനർജിയാണ് അമിതമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് നിങ്ങളെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പുരുഷന്മാരാണ്, നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ലേഡിക്ക് വേണ്ടി, നിങ്ങളുടെ കാമുകിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് വേണ്ടിയാണ് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ സ്ത്രീകളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അവരാണ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ചാല് അത് നമുക്ക് അറിയാം, ഇതൊരു കൊട്ടാരമാണ്, അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ലേഡി, ഈ ഒരു രാജ്ഞി നോക്കി നിൽക്കുന്നത് ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു പുഷ്പത്തിലേക്കാണ്. അപ്പൊ അതായത് നിങ്ങളെയാണ് ഓർമ്മ വരുന്നത്. നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ വ്യക്തിക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പൊ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ വിജയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും, എത്രമാത്രം കൂട്ടുകാർ ചുറ്റിനും ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ വ്യക്തിക്ക് തൃപ്തിയാകുന്നില്ല. കാരണം ഈ വ്യക്തിക്ക് സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം കൂടിയേ തീരൂ. നിങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, സ്പിരിറ്റ് ഗൈഡ്സിന്റെ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, പൂർവികരുടെ പ്രൊട്ടക്ഷൻ, ദൈവങ്ങളുടെ പ്രൊട്ടക്ഷൻ, എല്ലാം തന്നെ ഈ വ്യക്തി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടാകാം, മേ ബി. അതായത് ഈ ഒരു പ്രണയബന്ധം പ്രൊട്ടക്റ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കാരണം മര്യാദക്കൊന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വേണ്ടാത്ത പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു കാര്യം, ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം തൻ്റേതാണ്, തൻ്റേത് മാത്രമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലേ? ഇപ്പൊ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ബുക്കാകാം, എന്തെങ്കിലും ഒരു വസ്തു ആകാം, അത് നമ്മുടേത് മാത്രമാണ്, അത് വേറെ ആൾക്കാർ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി വരുമ്പോഴാണ് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പും നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ട ഒരു കാര്യമാണ്, ഈ വ്യക്തിയുടേത് മാത്രമാണ് എന്നുള്ളൊരു ചിന്താഗതി വന്നതുകൊണ്ടാണ് ഇതൊരു പ്രൊട്ടക്ഷനിലേക്ക്, പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഈ പേഴ്സൺ വരുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.